Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study class 8 English The Seven Ages of Man by William Shakespeare. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 8ാം ക്ലാസ്സിലെ The Seven Ages of Man എന്ന പാഠഭാഗമാണ്. ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന വില്യം ഷേക്സ്പിയറുടെ ഒരു വർക്കാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വില്യം ഷേക്സ്പിയറെ കുറിച്ചുള്ള പ്രൊഫൈൽ നമുക്കൊന്ന് നോക്കാം. വില്യം ഷേക്സ്പിയർ 23 April 1564, 23 April 1616 was an English playwright, poet and actor, widely regarded as one of the greatest writers of the world. He is known as the Bard of Avon. His works include 37 plays, 154 sonnets and 2 long narrative poems. അപ്പോൾ വില്യം ഷേക്സ്പിയർ 1564 ഏപ്രിൽ 23 ജനിക്കുകയും 1616 ഏപ്രിൽ 23 മരിക്കുകയും ചെയ്തു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്, നാടകരചയിതാവാണ്, കവിയാണ്, അഭിനേതാവാണ്. ലോകത്തിലെ തന്നെ മികച്ച എഴുത്തുകാരിൽ ഒരാളാണ് ഷേക്സ്പിയർ. അദ്ദേഹത്തെ ബാർഡ് ഓഫ് എവൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് എവൺ നദിയുടെ കവി എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് 37 ഡ്രാമാസ്, നാടകങ്ങൾ, 154 സോണറ്റ്സ്. സോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വരികളുള്ള കവിതകളെയാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. 2 ലോങ് നറേറ്റീവ് പോം. നറേറ്റീവ് പോം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഖ്യാന കവിതകൾ എന്ന് പറയുന്നില്ലേ, ഒരു സ്റ്റോറി മോഡിലുള്ളത്, ഒരു സ്റ്റാർട്ടിങ് മിഡില് എൻഡിങ് ഒക്കെ ഉണ്ടാവുന്ന ഒരു കഥ പോലത്തെ, അതിനെയാണ് നമ്മൾ നറേറ്റീവ് പോംസ് എന്ന് പറയുന്നത്. His plays have been translated into every major living language and have been performed all over the world. ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഒരുവിധം എല്ലാ ഭാഷകളിലേക്കും, അറിയപ്പെടുന്ന എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിലും ഇദ്ദേഹത്തിൻ്റെ നാടകം അരങ്ങേറിയിട്ടുമുണ്ട്. The character of Shakespeare have stood the test of time. ഷേക്സ്പിയറുടെ ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ എല്ലാ കാലത്തിനും അനുയോജ്യമായ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പോമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എന്ന് പറയുന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ച്, പോമല്ല, ഈ ഒരു സ്പീച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ലൈഫ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആൻഡ് വി ടേക്ക് ഓൺ ഡിഫറെൻറ്റ് റോൾസ് ആസ് വി ഗ്രോ ഓൾഡർ. അതായത് ലൈഫ് എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ മാറ്റങ്ങളോളം ഇങ്ങനെ മാറി മാറി വരുന്നതാണ് അല്ലേ. അപ്പോൾ ഈ മാറി മാറി വരുമ്പം നമ്മൾ പ്രായമാവുന്നതിന് ലൈഫിൽ പല റോളുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം ഡു യു എഗ്രി, നിങ്ങളത് സമ്മതിക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും അല്ലേ, നമ്മളത് എഗ്രി ചെയ്യുന്നുണ്ട്. തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്. അപ്പോൾ എന്തൊക്കെ റോളാണ് നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഇതുവരെയായിട്ട് പ്ലേ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കും, അത് കഴിഞ്ഞ് നമ്മളൊരു KG-യിലൊക്കെ പോകുന്ന ചെറിയ കുട്ടികൾ, അത് കഴിഞ്ഞ് നമ്മളിപ്പം ഏതൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞ്, നിങ്ങളുടെ ആ ഒരു പ്രൈമറി സെക്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഹൈസ്കൂൾ സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതേപോലെ ജീവിതത്തിൻ്റെ പല പല മേഖലകളും താണ്ടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളൊരു ബേബി ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഏട്ടനാവും, അല്ലെങ്കിൽ ഒരു അനിയനാവും, അനിയത്തിയാവും, അങ്ങനെ പിന്നെ ഒരു മകനാണ്, മകളാണ്, അങ്ങനെ ജീവിതത്തിലെ പല പല റോളുകൾ ഇതുവരെ തന്നെ നമ്മൾ ഇപ്പോൾ പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഇതുവരെ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളോട് ചോദിക്കുന്ന ഇതിൽ അടുത്ത കാര്യം എന്താ? Okay, then what stage of
ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? ഇപ്പം നിങ്ങളുള്ളത് ലൈഫിൻ്റെ ഏത് സ്റ്റേജിലാണ് എന്താണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പം നിങ്ങളുള്ളത് ലൈഫിൻ്റെ ഏത് സ്റ്റേജിലാണുള്ളത്? ഇപ്പോൾ നമ്മളുള്ളത് ആ ഒരു ലൈഫിൻ്റെ ആ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റേജിലാണല്ലേ നിങ്ങളിപ്പോൾ ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ബാക്കിയുള്ള 7 ഏജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ദ ജേർണി ഓഫ് ലൈഫ്. അപ്പോൾ ഒരു ജീവിതയാത്ര എങ്ങനെയാണ് ഷേക്സ്പിയർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന നാടകത്തിലുള്ള ഒരു കഥാപാത്രം പറയുന്ന ഒരു സ്പീച്ചാണ് ഓക്കെ നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. All the world's a stage, and all the men and women merely players. They have their exit and their entrances, and one man in his time plays many parts, his acts being 7 ages. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ലോകം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു നാടകമാണ്, അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റേജാണ് അല്ലേ. ജീവിതത്തിലെ വിവിധങ്ങളായ വേഷങ്ങൾ നമുക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലോകം തന്നെ ആകമാനം വലിയൊരു നാടകമാണ്, വലിയൊരു സ്റ്റേജാണ്. അപ്പോൾ ലോകത്തെ തന്നെ സ്റ്റേജിനോട് ഇവിടെ ഷേക്സ്പിയർ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ലോകം ഒരു സ്റ്റേജ് ആണെങ്കിൽ, ഒരു നാടകശാലയാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും ഇതിലെ ആക്ടേഴ്സാണ് അല്ലേ, ഇതിലുള്ള അഭിനേതാക്കളാണ്. ദേ ഹാവ് ദർ എക്സിറ്റ് ആൻഡ് ദർ എൻട്രൻസസ്. അപ്പം നമുക്ക് പറയാം ഈ നാടകശാലയിൽ ഇവിടെ ജീവിക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും ജനനത്തിലൂടെ ഈ നാടകത്തിലേക്ക്, ഈ നാടകവേദിയിലേക്ക് കടന്നു വരികയും മരണത്തിലൂടെ അവരെന്ത് ചെയ്യുന്നു? അഭിനയം മതിയാക്കി വേദിയിൽ നിന്ന് കടന്നു പോവുകയും ചെയ്യുന്നു അല്ലേ. അതാണ് നമ്മുടെ ഈ 4 വരികളിൽ നമുക്ക് 5 വരികളിൽ നമുക്ക് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം ഹിസ് ആക്ട്സ് ബീയിങ് 7 ഏജസ്, അതായത് ജനിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലേ ചെയ്യേണ്ട 7 പ്രധാനപ്പെട്ട റോളുകളാണ് ഉള്ളത് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? ഷേക്സ്പിയർ പറയുന്നത്. അപ്പോൾ ഇവിടെ ദേ ഹാവ് ദർ എക്സിറ്റ് ആൻഡ് ദർ എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രവേശനമുണ്ട്, എന്തുണ്ട്, അതേപോലെ ഒരു ഇറങ്ങിപ്പോക്കും ഉണ്ട്. അതായത് നാടകത്തിൽ, അതായത് ജീവിതമാകുന്ന ഈ ഒരു നാടകത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ജനിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഇവിടെ നമുക്കൊരു എൻട്രൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ആ ഒരു ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മരണപ്പെടുന്നു. അതാണ് എക്സിറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ജനനത്തിലൂടെ ഈ നാടകവേദിയിലേക്ക് കടന്നു വരികയും മരണത്തിലൂടെ നമ്മൾ ആ ഒരു നമ്മുടെ നാടക ജീവിതം ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റ് ഫസ്റ്റ് ദ ഇൻഫാൻറ്റ് mewling and puking in the nurse's arms, and then the whining school boy with his satchel and shining morning face creeping like snail unwillingly to school. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു ഏത് ഘട്ടത്തിലേക്കാണ്? നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഇൻഫാൻ്റാണ്, ഒരു ബേബിയാണ് അല്ലേ. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ഒരു നാടകത്തിൽ ആദ്യ രംഗത്ത് നമ്മളൊരു പിഞ്ചു കുഞ്ഞായിട്ട് ആരുടെ കയ്യിൽ? നേഴ്സിൻ്റെ കൈകളിലേക്ക് ജനിച്ചു വീഴുന്നു അല്ലേ. അപ്പോൾ അതോടെ എന്താവുന്നു? നമ്മുടെ തിരശ്ശീല ഉയരുകയാണ്, നമ്മുടെ നാടകം ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ അവിടുന്ന് ആ ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ്, മ്യൂളിങ് എന്ന് പറഞ്ഞാൽ എന്താ? കരയുക അല്ലേ. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛർദ്ദിക്കുക. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ വായിന്ന് ഈ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ ഒരു വൈറ്റ് സാധനമില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്യൂക്കിംഗ് എന്നുള്ളത് കൊണ്ട്. അപ്പം നമ്മൾ കരഞ്ഞും ഛർദ്ദിച്ചും നേഴ്സിൻ്റെ കൈകളിലുള്ള ആ ഒരു രംഗം വളരെ വേഗത്തിൽ കഴിയുന്നു അല്ലേ. ജസ്റ്റ് ജനിച്ചതോടുകൂടി കഴിയുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരാണാവുന്നത്? ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഒരു സ്കൂൾ കുട്ടിയാണ് ആവുന്നത് അല്ലേ. അടുത്ത രംഗം സ്കൂളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ ബോയ് വിത്ത് എ സാച്ചൽ, ഒരു ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വൈനിങ് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന സ്കൂൾ കുട്ടികൾക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും അല്ലേ, എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇതേപോലെ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സ്കൂൾ കുട്ടിയാണ് നമ്മൾ ആവുന്നത്. അതേപോലെ തന്നെ സ്കൂളിലേക്ക് തിളങ്ങുന്ന മുഖത്തോടു കൂടി നമ്മൾ രാവിലെ എഴുന്നേൽക്കും. പക്ഷേ
പുസ്തകം എടുത്തിട്ട് പോകുമ്പോൾ, ആ ബാഗൊക്കെ എടുത്ത് പോകുമ്പോൾ നമ്മളൊരു മടി പിടിച്ച് ഒച്ചഴിയുന്നത് പോലെ മനസ്സില്ലാ മനസ്സോടെ എന്ത് ചെയ്യും, നമ്മൾ സ്കൂളിലേക്ക് പോകും അല്ലേ. അപ്പോൾ അതാണ് ഇതിലെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ്. ദെൻ അടുത്ത സ്റ്റേജ് എന്താന്ന് നോക്കാം. ആൻഡ് ദെൻ ദ ലവർ sighing like furnace with a woeful ballad made to his mistress eyebrow. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു ലവറുടെ കാലഘട്ടമാണ് അല്ലേ. അതായത് നമ്മുടെ സ്കൂൾ ആ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ അഡോളസെൻസിൽ പ്രവേശിക്കുന്ന ആ ഒരു പ്രായം. അപ്പോൾ അവിടെ ആ ഒരു അഡോളസെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? അഡോളസെൻറ്റിൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ ഒരു നമ്മുടെ മറ്റുള്ള ആൾക്കാരോട് അവർക്കൊരു ആകർഷണം തോന്നുകയും അങ്ങനെ അവർ ആ ഒരു സ്നേഹത്തിലാകുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആ ഒരു നമ്മുടെ ഘട്ടം എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. മൂന്നാമത്തെ വേഷം അല്ലെങ്കിൽ ആ നമ്മുടെ മൂന്നാമത്തെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലവറിൻ്റേതാണ്, ഒരു കാമുകൻ്റേതാണ് അല്ലേ. ചെറുപ്പക്കാരനായ ഈ കാമുകൻ എന്ത് ചെയ്യുന്നു, ഒരു തീച്ചൂള പോലെ, അതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ, സൈയിങ് ലൈക്ക് ഫേണേഴ്സ്, തീച്ചൂള എന്നതുപോലെ ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുകയും അവൻ്റെ സുന്ദരിയായ അവൻ്റെ ആ ഒരു കാമുകിയുടെ പുരികക്കൊടിയെ പറ്റി നിരാശാഗീതങ്ങൾ പാടുകയും ഒക്കെ ചെയ്യും. അതായത് ഒരു ലവറുടെ സ്റ്റേജ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താ? ദെൻ എ സോൾജിയർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത് ആൻഡ് ബേർഡഡ് ലൈക്ക് ദ പാച്ച്, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അപ്പോൾ അടുത്ത നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു യൗവനം അല്ലേ. ആ ഒരു യൗവനത്തിൽ എല്ലാവർക്കും ആ എന്താ പറയുക, നമ്മൾ ആ ഒരു ചോരത്തിളപ്പ് ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ അതൊരു സോൾജിയറുടെ കാലഘട്ടം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നാലാമത്തെ ഈ ഒരു ഘട്ടത്തിൽ അഭിനയിക്കേണ്ടതായി വരുന്നത് ഒരു സൈനികൻ്റെതാണ് അല്ലേ. ഒരു സൈനികൻ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ ധീരനായിരിക്കും. അപ്പോൾ ഒരു പുള്ളിപ്പുലിയെ പോലെ മീശ വളർത്തി, അതാണ് പാഡ് എന്ന് പറഞ്ഞാൽ ലെപ്പേർഡാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളിപ്പുലിയെ പോലെ മീശ വളർത്തി പിരിച്ചു നടക്കുന്ന ആ ഒരു യൗവനകാലത്തിൽ ഭയങ്കര അഭിമാനിയായിരിക്കും അല്ലേ. അപ്പോൾ അഭിമാന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ചൂടായിരിക്കും, അതായത് ഭയങ്കര ചൂടനായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്താൻ പോലും ഈ ഒരു പ്രായത്തിൽ എല്ലാവരും തയ്യാറാവും അല്ലെ. ഈ ഒരു യൗവന കാലത്തിൽ പ്രശസ്തിക്ക് വേണ്ടി പോരാടുമ്പോൾ ആ ഒരു വരുന്ന അപകടങ്ങളെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ പോലും അല്പം പോലും ഈ ഒരു പ്രായത്തിൽ ഈ ഒരു യൗവനകാലത്ത് ഭയമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു യൗവനകാലത്ത് നേടുന്ന ഈ ഒരു എന്താ പറയുക, ബബിളിൻ്റെ ആയുസുള്ള പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി ആ കനൻ മൗത്തിൽ, അതായത് വെടിയുണ്ടകളുടെ മുന്നിൽ പോലും പോയി നിൽക്കുന്ന ആ ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തെ സ്റ്റേജായ സോൾജർ സ്റ്റേജ് എന്നാണ് ആ ഒരു യൗവന കാലഘട്ടം കേട്ടോ. അതിനെയാണ് സോൾജർ സ്റ്റേജ് എന്ന് ഇവിടെ നമ്മുടെ ഷേക്സ്പിയർ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആൻഡ് ദെൻ ദ ജസ്റ്റിസ് in fair round belly with good cap and lint, with eyes severe and beard of formal cut, full of wise saws and modern instances, and so he plays his part. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ ആ ഒരു മധ്യവയസ്സാണ് അല്ലേ. ആ ഒരു മധ്യവയസ്സുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും പൊതുവേ? ആ മധ്യവയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റിസിൻ്റെ റോള് എന്നാണ് പറയുന്നത്. അതായത് മധ്യവയസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ അച്ഛന്മാരൊക്കെ ആയി തീർന്നിട്ടുണ്ടാവും അല്ലേ. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ആ ഒരു പ്രായമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മുടെ ശരീരങ്ങളോ കാര്യങ്ങളോ അതൊന്നും നമ്മൾ അത്ര വലിയ ശ്രദ്ധിക്കില്ല അല്ലേ, നമ്മൾ യൗവനത്തിലുള്ളതുപോലെ. അതുകൊണ്ട് തന്നെ കൊഴുപ്പടങ്ങിയ കോഴിയൊക്കെ കഴിച്ച് വലിയ റൗണ്ട് ബെല്ലിയൊക്കെ ഉണ്ടാവും. അതേപോലെയാണെങ്കിൽ പിന്നെയോ വളരെയധികം ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടാവും. കുടവയറെല്ലാം പുറത്തേക്ക് കാണുന്ന വിധത്തിലായിരിക്കും ആരുണ്ടാവുക, ഈ ഒരു ജസ്റ്റിസിൻ്റെ പ്രായം, അതായത് നീതിന്യായത്തിൻ്റെ ആ ഒരു പ്രായം എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ ആ ഒരു മധ്യവയസ്ക്, അതാണ് ഇവിടെ പറയുന്നത്, ഷേക്സ്പിയർ പറയുന്നത്. അപ്പോൾ ഷേക്സ്പിയർ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന, തൻ്റെ വാദങ്ങൾക്ക് വിശ്വാസ്യത വരുത്താനായി പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം കൂട്ടിയിണക്കി പറയുന്ന, കുട്ടികളെ കൃത്യമായ ഒരു വഴി കാണിച്ച് മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ജസ്റ്റിസിൻ്റെ പ്രായം,
അതാണ് മധ്യവയസ്സ് അല്ലേ. അതാണ് നമ്മുടെ അടുത്ത 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയൊക്കെ ഒരു സ്ഥാനം അല്ലേ. The 6th age shift into the lean and slippered pantaloon with spectacles on nose and pouch on side. His youthful horse were too wide for his shrunk shank, and his big manly voice turning again toward childish trouble, pipes and whistles in his sound. അപ്പോൾ ഈ ഒരു 6th സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 6th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം അല്ലേ. വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് 6th സ്റ്റേജിൽ ഉണ്ടാവുക. അപ്പോൾ ആരോഗ്യമൊക്കെ വളരെ ക്ഷയിച്ച് എന്ത് ചെയ്യും, മെലിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ആ ഒരു യൗവനകാലത്തിലുണ്ടാവുന്ന ആ ഒരു തുടിപ്പോ പ്രസരിപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെയോ ഈ ഒരു പറയുന്ന വള്ളിച്ചെരിപ്പും കണ്ണടയൊക്കെ ധരിച്ച് ഈ ഒരു ഡ്രസ്സ് അത് കണ്ടില്ലേ നിങ്ങൾ, ലൂസിന് ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെയൊക്കെ പ്രായമുള്ളവരിടുന്ന ആ ഒരു ഡ്രസ്സ്. അപ്പോൾ ആ ഒരു പാൻറ്റലൂണും സൈഡിലൊരു പൗച്ചൊക്കെ കെട്ടി പൗച്ചൊക്കെ വെച്ചുകൊണ്ടുള്ള ആ ഒരു പ്രായമാണ് ഇവിടെ അടുത്തതായിട്ട് പറയുന്നത്. അതായത് ഓൾഡ് ഏജ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രായത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ പഴയ കാലത്തെ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാലുകളൊക്കെ മെലിഞ്ഞ് ശോഷിച്ചത് കൊണ്ട് തന്നെ ആ ഡ്രസ്സൊക്കെ യൗവനകാലത്തിൽ നമ്മുടെ പ്രതാപം കാണിക്കാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു ഡ്രസ്സൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞുണങ്ങിയ കാലുകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവുന്ന പറയുന്നത്, മെലിഞ്ഞുണങ്ങിയ കാലുകളിൽ നിന്നും അതിങ്ങനെ ലൂസായിട്ട് ആടുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഏത് സ്റ്റേജ്, 6ാമത്തെ സ്റ്റേജ് എന്നുള്ളത് പറയുന്നത്. ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ ആ കാലിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ അവരുടെ ആ ഒരു പൗരുഷമാർന്ന ആ ഒരു സൗണ്ടൊക്കെ മാറി നേർത്ത സൗണ്ടായിട്ട് വരും അല്ലേ. അവരുടെ ശബ്ദമൊക്കെ പൗരുഷമൊക്കെ നഷ്ടപ്പെട്ട് വളരെ ലോലമായ സൗണ്ടായി മാറും. ഇടയ്ക്കൊക്കെ അവരുടെ ശ്വാസം ചൂളം വിളിക്കുന്ന സൗണ്ടാണ് വരിക. പിന്നെ കൂടാതെയോ ഇനി ഒരു ലാസ്റ്റ് സ്റ്റേജാണ് ഇവിടെ ബാക്കിയുള്ളത്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ ഹിസ്റ്ററി. അപ്പോൾ ആ ഒരു ലാസ്റ്റ് സീനിൽ സംഭവബഹുലമായ ഈ ഒരു ചരിത്രം എന്ത് ചെയ്യും, അവിടെ അവസാനിക്കും അല്ലേ. അപ്പം 7ാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് പ്രായം ചെന്ന മനുഷ്യൻ്റെയാണ്. വളരെ കുഞ്ഞിനെ പോലെ ഒരു നിരാലംബരായിട്ടാണ് ആരുണ്ടാവുക, ഈ ഒരു പ്രായത്തിൽ നമ്മൾ മനുഷ്യനുണ്ടാവുക. ഇൻ ദ സെക്കൻഡ് ചൈൽഡിഷ്നെസ്, അതായത് 2ാമത്തെ കുട്ടിപ്രായം എന്നാണ് പറയുക. ഓർമ്മശക്തി നഷ്ടപ്പെട്ട്, കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട്, പിന്നെയോ ചെവി കേൾക്കാൻ പ്രയാസപ്പെട്ട്, എല്ലാം കൊണ്ടും ഒരു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നമ്മുടെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ നിന്നും ടോട്ടലി നഷ്ടപ്പെട്ട് വളരെ ചെറിയൊരു കുട്ടിയുടെ അവസ്ഥയാണ് ഈ ഒരു പ്രായത്തിലുണ്ടാവുക അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ഇവിടെ സാൻസ് ടീത്ത് സാൻസ് ഐസ് എന്നൊക്കെ പറഞ്ഞാൽ വിത്തൗട്ട് എന്നുള്ള അർത്ഥമാണ്. വിത്തൗട്ട് ടീത്ത് വിത്തൗട്ട് ഐസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് സാൻസ് എന്നുള്ളത് കൊണ്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ള ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലുള്ള എക്സസൈസും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.